ഡൽഹിക്കാരൻ മലയാളി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇനി ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതല്ല ആൾറെഡി ഉള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെരുപ്പ്, ഷൂ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ചെരുപ്പിൻ്റെ സാധനങ്ങളൊക്കെ ആ മെഷീനകത്ത് ഇടുന്നതാണ്. അതിനകത്ത് പ്ലാസ്റ്റിക് അല്ല, റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അത് ആ മെഷീനകത്ത് ഇപ്പോൾ ഇടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ വച്ച ആ റോയിൻ്റെ അത് ഒരു നിശ്ചിത സമയം, ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, ചെരുപ്പായിട്ട് വരുന്നത് കണ്ടോ. ചെരുപ്പായിട്ട് അതിൻ്റെ ഡിസൈൻ ഒരു വച്ച ഒരു മോൾഡിൻ്റെ അതേ ഡിസൈനിൽ തന്നെ പല പല ചെരുപ്പിനും പല പല ഡൈ ആയിരിക്കും. ആ ഡൈയുടെ കറക്റ്റ് ഇതിന് ക്രോക്സിൻ്റെ ഒരു ഡൈ ആണ് അവർ വച്ചിരുന്നത്. ക്രോക്സിൻ്റെ ഡൈയിൽ തന്നെ ചെരുപ്പായിട്ട് വരുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. കമ്പനിയുടെ മോൾഡിംഗ് സെക്ഷനിലാണ്, മോൾഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഒരു മോൾഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലിൻ്റെ തന്നെ ഓരോ സൈസിൻ്റെ ഒരു ഡിസൈനാണ്. ആ ഡിസൈനിനകത്ത് ഈ പോലത്തെ കവറ്, ഇതുപോലത്തെ ഷൂവിൻ്റെ മെറ്റീരിയൽസ് ഇതിനകത്ത് വെച്ചിട്ട് മോൾഡ് ചെയ്യും. മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഷീനകത്തോട്ട് ഇങ്ങനെ കയറ്റി വിടാം. അപ്പോൾ അത് മോൾഡായിട്ട് അപ്പുറ സൈഡിൽ വരും. നമുക്ക് മോൾഡായത് കാണാം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പർപ്പസ്. ഇതാണ് ഷൂവിൻ്റെ മെറ്റീരിയൽ. ഇതാണ് ഈ മെറ്റീരിയലാണ് ഇതിനകത്തോടെ ഈ സംഭവത്തിൻ്റെ കയറ്റി മോൾഡ് ആയതിനു ശേഷം മെഷീനിൽ നിന്ന് വരുന്നത് ഇങ്ങനെയാണ്. ആ മോൾഡ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയൽ ഈ കാലിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ മോൾഡായിട്ട് ഇങ്ങനെയാണ് ഈ സംഭവത്തിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഈ സംഭവം. ഷൂവിൻ്റെ ആ ഒരു മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ആ മെഷീനകത്ത് ഔട്ട്പുട്ട് ചെയ്ത് വരുന്ന ആ പ്രോഡക്റ്റിനെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നും ഇല്ലെങ്കിൽ അവരതിനകത്ത് ഗമ്മ് തേച്ചതിന് ശേഷം ഇതിനകത്തോട്ട്
ഇവിടെ ഇവർ ഈ മോൾഡിലൂടെ വരുന്ന ഈ സംഭവത്തിനെ ഇവർ അത് പുള്ളി ചെയ്തതിന് ശേഷം പുള്ളി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഉറപ്പിക്കുക ചെയ്യുന്നത് 4 സൈഡിലും. പുള്ളി കൈകൊണ്ട് ചെയ്തതിനെ പുള്ളി ഇവിടെ ഇവർ കറക്റ്റായിട്ട് മെഷീൻ വെച്ചിട്ട് അതിന് ഈ ഷൂസ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് ഷൂസിൻ്റെ ഒരു കളക്ഷൻസാണ് ഇവിടെ കാണുന്നത് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് എന്താ പറയണ്ടേ, സ്ട്രോങ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയും കാര്യങ്ങളും സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ ഇവർ നമ്മൾ ഗം ചെയ്യുന്ന